അത് കണ്ട ഉടനെ സിസ്റ്റർ പേടിച്ചിട്ട്, വോർമറെ നിനക്കെങ്ങനെ അറിയാം, വഴിമാറ്, എനിക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവരോടി ചർച്ചിൽ നിന്നിറങ്ങി തന്റെ കാറിലേക്ക് വരാണ്. പക്ഷെ അപ്പോഴേക്കും ഇവരെ കാറിനകത്ത് മുഖം മൂടിയിട്ട ഏതോ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടാവും. ഇവര് കാറിനകത്ത് കയറിയിട്ട് നമ്മുടെ ഹീറോയിന്റെ ഡാഡി ജെയ്മിയെ വിളിക്കുന്നു. മാർട്ടിൻ, ഇത് ലോട്ടയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു സ്ട്രേഞ്ച് പേഴ്സൺ എന്നെ കാണാൻ വന്നു. ഇതവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ ആ ചെറുക്കൻ നിൽപ്പുണ്ടാവും. പുറകിലുണ്ടായിരുന്ന ആ മുഖംമൂടി വെച്ച മനുഷ്യൻ ഈ സിസ്റ്ററുടെ കഴുത്തറക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ശരീരം മുഴുവൻ രക്തത്തോടെ നിൽക്കുന്ന ഈ സിക്കുള്ള പയ്യനെയാണ് കാണിക്കുന്നത്. അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടത്. ഈ കൊലപാതകം ചെയ്തതിന്റെ പേരിലാണ് ഈ ചെറുക്കനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ കൊല ചെയ്ത് മറ്റാരോ ആയിരുന്നു. നെക്സ്റ്റ് പോലീസുകാരും നമ്മുടെ സൈക്കാട്രിസ്റ്റ് ഡോക്ടറും കൂടി ഹീറോയിനെ കാണാൻ വരുന്നു. അവള് ജോലി ചെയ്യുന്ന ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഇവര് വന്നിട്ട് ഹീറോയിനെയും വിളിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെക്ക് ചെയ്യണം, ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ് ഹീറോയിനെയും വിളിച്ചുകൊണ്ട് പോയി ഇവരൊരു ബോഡി കാണിക്കുന്നുണ്ട്. ആ ബോഡിയിൽ തലയിൽ നിന്നും കുറെ അധികം മുടിയുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. അത് വോർമറുടെ സിഗ്നേച്ചറാണ്. ബോഡി കണ്ട ഉടനെ ഹീറോയിന് മനസ്സിലാകും, ഇത് വോർമറുടെ സിഗ്നേച്ചർ കില്ലിംഗ് ആണല്ലോ, എനിക്കിവരറിയാം, ഇതെന്റെ ഗോഡ് മദർ ആണ്, ഇവർക്ക് എന്താണ് സംഭവിച്ചത്? ഇവള് കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴേക്കും പോലീസുകാര് അവളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഹീറോയിൻ ചോദിക്കും, എങ്ങനെയാണ് വോർമർ രക്ഷപ്പെട്ടത്? വോർമറല്ലേ ഈ കൊല ചെയ്ത്? അത് കേട്ട് പോലീസുകാർ പറയും, വോർമർ അല്ല, അയാൾക്ക് കണ്ണ് കാണില്ല, ഇപ്പോഴും സെല്ലി പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് വോർമറെ പോലെ മറ്റേതോ കോപ്പി ക്യാറ്റാണ് ഈ കൊല ചെയ്തിരിക്കുന്നത്. അതൊരു പ്രത്യേകതരം ഡിസീസാണ്. അച്ഛനില്ലാത്ത പിള്ളേരിലാണ് 80% ഇങ്ങനെയുള്ള സൈക്കാട്രിക് പ്രോബ്ലംസ് ഉണ്ടാവുക. ഏതോ ഒരാൾ തന്റെ ഫാദറായിട്ട് വോർമറെ കണ്ടിട്ടുണ്ട്. ആ ഒരു ചിന്താഗതിയിലാണ് അച്ഛന്റെ തുടർപോക്കായിട്ട് കില്ലർ ഈ കൊല ചെയ്തിരിക്കുന്നത്. ഇത് കേട്ടുടനെ ഹീറോയിൻ ചോദിക്കും, എന്തിന് ലോട്ടെ, എന്റെ ഗോഡ് മദറെ അയാൾ കൊല്ലണം? ഇത് കേട്ട പോലീസുകാരി, നിന്റെ അച്ഛൻ അറിഞ്ഞോ ലോട്ടെ മരിച്ച കാര്യം? ഇവളില്ലെന്ന് പറയും. എന്നിട്ട് വോർമറുടെ മകനാണോ ഈ കൊലപാതകം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരി, അത് ഞങ്ങൾ അന്വേഷിക്കുന്നേ ഉള്ളൂ, അന്വേഷിച്ച് കഴിഞ്ഞിട്ട് പറയാം, ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ചു ദൂരം നടന്നു പോയതിനു ശേഷം ഈ പോലീസുകാരി തിരിഞ്ഞു ചോദിക്കും, നീയും നിന്റെ അച്ഛനെ പോലെ ഭ്രാന്തിയാണോ? കാരണം നീ സെന്റ് ഹാൻഡ് സൈക്കാട്രി ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തു. അവിടെയാണ് വോർമർ ഉണ്ടായിരുന്നത്. അവിടെ തന്നെയാണ് ആ സിക്കുള്ള പയ്യൻ ബെൻഡും ഉണ്ടായിരുന്നത്. അധികം താമസിക്കാതെ ആ ബെൻഡ് നിന്റെ ഗോഡ് മദറെ കൊല ചെയ്യുന്നു. നീയാണെങ്കിൽ നിന്റെ അച്ഛനും അമ്മയ്ക്കും അപകടം പറ്റിയ സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എവിടുന്നാണോ ഇതെല്ലാം ആരംഭിച്ചത് അതേ സ്ഥലത്തുനിന്ന് നീ വീണ്ടും അതെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിന് ഹീറോ മറുപടി ഒന്നും പറയില്ല. അവിടുന്ന് കട്ട് ചെയ്താൽ ഈ സിക്കുള്ള പയ്യൻ ബെൻഡിനെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. ഒരു പോലീസുകാരൻ കാവലുണ്ട്. ഈ കാവലുള്ള പോലീസുകാരൻ നഴ്സുമായിട്ട് പഞ്ചാര അടിക്കുന്ന സമയം ഈ സിക്കുള്ള പയ്യൻ ഡോറിലൂടെ ചെവി വെച്ച് പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് കാതോർത്ത് കേൾക്കുകയാണ്. അപ്പോൾ പുറത്ത് ഹോസ്പിറ്റലിലെ ആൾക്കാർ തന്നെ ഒരു കരോള് കൊണ്ടുപോകുന്നുണ്ടാവും. ഇത് മനസ്സിലാക്കിയ പയ്യൻ ഗ്ലാസ് പൊട്ടിച്ച് തന്റെ മുഖത്ത് പൊളിഞ്ഞ ഭാഗം തന്നെ വീണ്ടും കീറി പൊളിച്ച് രക്തം തലേ മൊത്തം പൂശിയിട്ട് ഈ കരോളുകാരുടെ കൂടെ വേഷം മാറി അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോയിൻ ഇന്നൊരു ദിവസം കുറച്ച് സമയത്തേക്ക് അവളുടെ ബോയ് കൂട്ടുകാരിയെ മോർച്ചറി കാവലിന് നിർത്തിയിട്ട് പോകും. ഈ സ്ഥലത്തേക്കാണ് നമ്മുടെ സിക്കുള്ള പയ്യൻ വരുന്നത്. അവൻ വന്ന് 2-3 ആയുധങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഈ ആശുപത്രിയിലെ ബാത്റൂമിൽ പോയി ചെന്നിരുന്ന് കാത്തിരിക്കും. കുറേ സമയത്തേക്ക് കാത്തിരിക്കാം. ഈ സമയത്ത് ഹീറോയിൻ വീട്ടിലേക്ക് വന്ന് അച്ഛനോട്, അച്ഛാ ലോട്ടെ മരണപ്പെട്ടു എന്ന് പറയും. ഇത് കേട്ട് അച്ഛൻ ഷോക്കാവുന്നില്ല. നീ എന്തീ പറയുന്ന മോളെ? ലോട്ടെ കുറച്ച് മുന്നേ അല്ലേ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചത്, മെസ്സേജ് ചെയ്ത്? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ എടുത്ത് ആ വോയിസ് മെസ്സേജ് ഓണാക്കുകയാണ്. അതിൽ ലോട്ടെ ഒരു സ്ട്രേഞ്ച് മാൻ എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞ ഉടനെ ആരോ അവരെ കഴുത്തറക്കുന്നതും അവരെ പെടയുന്നതും ആയിട്ടുള്ള ശബ്ദം കേൾക്കാം. അപ്പനും മോളും പേടിച്ചരണ്ട് നിൽക്കുമ്പോഴാണ് മറ്റാരോ കതവി വന്ന് മുട്ടുന്നത്. ഇവര് ചെന്ന് കീഹോളിൽ കൂടെ നോക്കവേ പുറത്താരുമില്ല. അച്ഛൻ രണ്ടും കൽപ്പിച്ച് ഡോറ് തുറക്കും. പെട്ടെന്നുണ്ട് ഒരു വെള്ളമുടിയൻ ചാടി വന്ന് ഓൾഡ് ഫ്രണ്ട് എന്നും പറഞ്ഞ് ജെയ്മിയെ കെട്ടിപ്പിടിക്കും. സംഭവം ഇതാണ് അച്ഛൻ്റെ പഴയ കൂട്ടുകാരൻ ജെൻ. അച്ഛനെ രക്ഷപ്പെടുത്തിയ ആ കൂട്ടുകാരൻ. അങ്ങേര് ലോട്ടയുടെ മരണവിളി കേൾക്കുന്നു. എന്നിട്ട് പുള്ളിയും പേടിക്കുന്നുണ്ട്. നീ ആരോടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചോ എന്നീ കൂട്ടുകാരൻ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ പറയും, അതെ, ഒരു സൈക്കാട്രിസ്റ്റിനോടും ഒരു സൂപ്രണ്ട് പോലീസിനോടും സംസാരിച്ചിരുന്നു. അത് കേട്ട് കൂട്ടുകാരൻ പറയും, അതെ, അവര് തന്നെയായിരിക്കും എന്നെയും വിളിച്ചിട്ടുണ്ടാവുക. സോ ലോട്ടയുടെ മരണവിവരം അറിഞ്ഞിട്ടാണ് ഈ കൂട്ടുകാരൻ വന്നിരിക്കുന്നത്. നീ ലോട്ടയെ കണ്ടോന്ന് ചോദിക്കും അങ്ങേര്. ജെയ്മി പറയും, അച്ഛൻ പറയും, ഇല്ല ഞാൻ കണ്ടില്ല. ഭാര്യയുടെ മരണശേഷം പിന്നീട് ലോട്ടയെ കണ്ടിട്ടേയില്ല. ഇപ്പൊ മരണവിവരാണ് അറിയുന്നത്. നമ്മുടെ ഈ ജെന്നിനാണെങ്കിൽ ടൂററ്റ് സിൻഡ്രോം ഉണ്ടായിരുന്നു. അങ്ങേര് ഈ ഒരു അപകടം കഴിഞ്ഞതിൽ പിന്നെ തായ്ലാൻഡിലേക്ക് താമസം മാറി.
എന്നിട്ട് ഇപ്പോഴാണ് 20 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നത്. അങ്ങേര് ഹീറോയിനോട് നീ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. ഹീറോയിൻ പറയും ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്, പിന്നെ നൈറ്റ് വാച്ച് ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജെൻ നിന്റെ അച്ഛൻ ചെയ്ത അതേ ജോലി അതേ സ്ഥലത്താണെന്ന് മാത്രം പറയരുത്. അപ്പം പറയും അതേ സ്ഥലത്ത് തന്നെയാണെന്ന്. ഉടനെ ജെൻ ചിരിച്ചിട്ട് സൂപ്പർ, അപ്പൻ്റെ അതേ സ്റ്റെപ്പാണ് നീ ഫോളോ ചെയ്യുന്നത്, നല്ല ഭാവിയുണ്ട് കേട്ടോ മോൾക്ക്. ഞാൻ എന്തായാലും ഇവിടെ അധിക നാൾ നിൽക്കുന്നില്ല, ഫ്യൂണറൽ കഴിഞ്ഞ ഉടനെ തിരിച്ചു പോവാണ്. എന്തായാലും ഒരുപാട് നാളായാലും നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് സംസാരിച്ച രസമില്ല, നമുക്ക് പുറത്തിറങ്ങാം. ആദ്യം ചെന്ന് ലോട്ടയെ കാണാമെന്ന് പറഞ്ഞ് ഇവര് രാത്രി തന്നെ 3 പേരും കൂടി മോർച്ചറിയിലേക്ക് വരുന്നുണ്ട്. ജെൻ പറയും എനിക്കെല്ലാം പഴയ എല്ലാം ഇപ്പൊ കൺമുന്നിലുണ്ട്, ഓർമ്മ വരുന്നു. അച്ഛനാണെങ്കിൽ നല്ല പേടിയുണ്ട്. ജെൻ അച്ഛനോട് നീ മരുന്ന് കഴിച്ചിട്ട് വായോ, നമുക്ക് ലോട്ടെ ചെന്ന് കാണാമെന്ന് പറഞ്ഞ് ഇവരകത്ത് കയറും. അകത്ത് കയറുമ്പോണ്ട് നമ്മുടെ കൂട്ടുകാരി മറ്റു 2 കൂട്ടുകാരന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് സെറ്റ് പാർട്ടിയാണ് അവന്മാർ. ശവങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാവണം. ഹീറോയും വന്നിട്ട് എന്ത് പരിപാടിയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നു, കുറച്ചു നേരം നിന്നിത് ഏൽപ്പിക്കാൻ പാടില്ലേ. ചീത്ത കേട്ട ഉടനെ തന്നെ കൂട്ടുകാരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇവള് അച്ഛനെയും കൂട്ടുകാരനെയും ലോട്ടയെ കാണിക്കാൻ കൊണ്ടുവരും. കൂട്ടുകാരൻ ലോട്ടയെ വിഷമത്തോടെ നോക്കിയിട്ട് അച്ഛനോട് ചെന്ന് കണ്ടോളാൻ പറയും. അത് കഴിഞ്ഞ് ഇവര് 3 പേരും ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഹീറോയിൻ കൂട്ടുകാരിയോട് കുറച്ച് സമയം കൂടി നീ കാത്തിരിക്കുകയോ, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് പോകും. ഈ സമയത്ത് നമ്മുടെ സിക്കുള്ള പയ്യൻ അവൻ ബാത്റൂമിൽ കാത്തിരിക്കുകയാണ് ടൈം ആകാൻ വേണ്ടി. ഇവിടെ ജെൻ അപ്പനെയും മോളെയും വലിയൊരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. തായ്ലാൻഡിലേക്ക് ചെന്നിട്ട് നീ എന്താ ചെയ്തതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ജെൻ പറയും ഞാൻ ആദ്യമേ മരിക്കാനാണ് ശ്രമിച്ചത്, കഴുത്തിൽ കുരുക്കിട്ടു, പക്ഷെ അവിടുത്തെ കാലാവസ്ഥയിൽ ആ കുരുക്ക് പൊട്ടിപ്പോയി, അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എപ്പൻ്റെ കൈ നോക്കുമ്പോഴും ഈ വിരൽ അറ്റുപോയത് കാണുമ്പോൾ എനിക്ക് പഴയ ഓർമ്മകൾ വരും. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ആ വിരലിന് എന്താ പറ്റിയെന്ന്. അച്ഛൻ പേടിച്ചിട്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറയും. എന്നാൽ ഹീറോയിൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട്. സോ കൂട്ടുകാരൻ കഥ പറയുന്നു, ജെൻ കഥ പറയുന്നു. ആ കില്ലർ വോർമർ നമ്മുടെ അച്ഛനെയും അമ്മയെയും ജേമിയെയും ഭാര്യയെയും ഓട്ടോപ്സി മുറിയിൽ കയ്യും കാലും കെട്ടിയിട്ടു. അയാളൊരു ഡോക്ടറായിരുന്നു ആ കില്ലർ. അയാൾ ആദ്യം അയാളുടെ കൊളീഗിനെ കൊന്നിട്ട് ഹീറോനെയും ഭാര്യയെയും കൊല്ലാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതേ സമയത്ത് ഈ കൂട്ടുകാരനെ താഴത്തെ ഫ്ലോറിൽ ഒരു പൈപ്പിൽ കെട്ടിവെച്ചിരുന്നു, ഹാൻഡ് കഫ് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഈ കൂട്ടുകാരനോട് ചോദിച്ചു ഒരു തവണ കൊല ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബുദ്ധിസ്റ്റും വീണ്ടും വീണ്ടും കൊല ചെയ്യാൻ ആഗ്രഹിക്കും, അത് അത്രയ്ക്ക് രുചിയുള്ളതാണ്, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് ഈ കില്ലർ അത് കഴിഞ്ഞാണ് ഹീറോനെയും ഭാര്യയെയും കൊല്ലാൻ ശ്രമിക്കുന്നത്. ഹീറോ ബ്രെഡ് വെട്ടാൻ വേണ്ടി കത്തി കൊണ്ടുപോവുകയായിരുന്നു ജോലിക്ക് പോകുമ്പോൾ. സോ ആ കത്തി ബാഗിലുള്ളത് മനസ്സിലാക്കിയിട്ട് കൂട്ടുകാരൻ കാല് വലിച്ചു നീട്ടി ആ ബാഗ് എടുത്ത് ആ ചെറിയ കത്തി കൊണ്ട് തന്റെ തള്ളവിരല് മുറിച്ച് ഹാൻഡ് കഫീന്ന് കൈകൾ രണ്ടും രക്ഷപ്പെടുത്തിയെടുത്തിട്ട് ഈ കില്ലർ ഓൾറെഡി കൊല ചെയ്തിട്ടിരുന്ന പോലീസുകാരന്റെ തോക്കും എടുത്ത് ഓടി ഹീറോനെയും ഭാര്യയും രക്ഷപ്പെടുത്താൻ ആ മുറിയിലേക്ക് കയറി. എന്നിട്ട് ഈ കില്ലറെ ഷൂട്ട് ചെയ്ത് ഹീറോനെയും ഭാര്യയും രക്ഷപ്പെടുത്തി. ഇതാണെന്ന് സംഭവിച്ചത്. ഈ കഥ പറഞ്ഞ് അവർ 2 പേരും കെട്ടിപ്പിടിക്കും. ഹീറോയിനാണെങ്കിൽ സമയമായി, തിരിച്ച് ഡ്യൂട്ടിക്ക് കയറണം, കൂട്ടുകാരിയെ പറഞ്ഞു വിടണം. നിങ്ങൾ 2 പേരും സംസാരിച്ചിരുന്നോളൂ, ഞാൻ എൻ്റെ കൂട്ടുകാരിയെ മാറ്റിവിടട്ടെ, നാളെ അച്ഛൻ ആ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട്, ആളൊരു സുന്ദരിയാണ്, ഇഷ്ടപ്പെടുവാണെങ്കിൽ അച്ഛൻ കെട്ടിക്കോന്നൊക്കെ പറഞ്ഞ് ജെന്നിനോടും അച്ഛനെ രക്ഷപ്പെടുത്തിയതിന് താങ്ക് യു പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിയുമ്പോൾ ഹീറോ കൂട്ടുകാരനോട് പറയും നീ എമ്മയുള്ള സമയത്ത് എല്ലാം അവളോട് പറയല്ലേ. അവൾ ഈ കഥ അറിഞ്ഞതിൽ പിന്നെയാണ് വോർമറെ കാണാൻ ചെന്ന്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ലോട്ടെ കൊല്ലപ്പെടുന്നത്. നീ ഈ ഫ്യൂണറലിന് വരുന്ന എനിക്കിതിലെന്തോ ഒരു കുഴപ്പം തോന്നുന്നുണ്ടെന്ന് അച്ഛൻ പറയവേ കൂട്ടുകാരൻ കളിയാക്കും, ബൂ ഞാൻ പേടിച്ചേന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് ബാത്റൂമിലുണ്ടായിരുന്ന നമ്മുടെ സിക്ക് പയ്യനില്ലേ, അവൻ എഴുന്നേറ്റ് വരുന്നുണ്ട് ഈ മോർച്ചറിയുടെ ഭാഗത്തേക്ക്. അവിടെ ലൈറ്റ് ഇങ്ങനെ റെഡ് ലൈറ്റ് മിന്നി മിന്നി തെളിയുന്നു. പുതിയ ഏതോ ബോഡി വന്നെന്ന് വിചാരിച്ചിട്ട് ഈ കൂട്ടുകാരി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പിന്നീട് അവൾക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. ഹീറോയിൻ വന്ന് നോക്കുമ്പോൾ മരിയയെ കാണുന്നില്ല. അവള് മരിയാന്ന് വിളിച്ച് എല്ലായിടത്തും നടക്കുന്നു. ആ നേരം അപ്പനും കൂട്ടുകാരനും ആൾക്കാരെ പറ്റിച്ച് ഒരു സ്റ്റേഡിയത്തിനകത്തേക്ക് കയറും, ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനകത്തേക്ക്. പണ്ട് ഇവർ 2 പേരും ഇതുപോലെ ഒരുപാട് കുറുമ്പുകൾ കാണിച്ചിട്ടുള്ളവരാണ്. അകത്ത് കയറി 2 പേരും കളിക്കുന്നു, എന്നിട്ട് അവസാനം കെട്ടിപ്പിടിക്കുന്നു. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് കണ്ടതല്ലേ, ഒരു ഫണ്ണ്. എന്നാ ശരി എനിക്ക് ഉറക്കം വരുന്നൂടാ, ഇവിടെ അടുത്ത എൻ്റെ ഹോട്ടൽ, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ ബൈ പറഞ്ഞ് ഇറങ്ങാണ്. അധികം വൈകാതെ ആ സ്റ്റേഡിയത്തിന്റെ ആൾക്കാർ നമ്മുടെ അച്ഛനെയും തെറി പറഞ്ഞ് ഇറക്കി വിടുന്നുണ്ട്. ഈ കൂട്ടുകാരൻ അരഫിറ്റില് ഹോട്ടലിലേക്ക് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എതിർവശത്തൂടെ വന്ന ഏതോ ഒരു മുഖംമൂടിക്കാരൻ കൂട്ടുകാരന്റെ കഴുത്തിനൊരൊറ്റ അറക്കല. അങ്ങേര് പെടഞ്ഞ് താഴെ വീഴവേ ഇയാള് മുഖംമൂടിയിട്ട് പുള്ളിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് തലേന്ന് മുടി മുറിച്ചെടുക്കും. അത് സാധാരണ രീതിയിലല്ല, സ്കിന്നോട് ചേർത്താണ് മുടി മുറിച്ചെടുക്കുക. ഈ സമയത്ത് ഹീറോയിൻ തന്റെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് മരിയെ കാണുന്നില്ല, ഒരുപാട് സമയമായി, വിളിച്ചിട്ടും എടുക്കുന്നില്ലെന്ന് പറയും. കൂട്ടുകാരത് വലിയ കാര്യമാക്കില്ല, അവൾ എവിടെയെങ്കിലും പോയി കാണും, അവൾ അല്ലെങ്കിലേ ഭ്രാന്തിയാ, കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളൂ, കാണാനില്ലെന്നും പറഞ്ഞ് കംപ്ലൈന്റും കൊടുക്കാൻ പറ്റില്ല. അവളുടെ അപ്പനെയും അമ്മേനെയും വിളിച്ചിട്ടും കാര്യമില്ല, അവൾ അവരോട് സംസാരിക്കാറുമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരാലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹീറോയിന്റെയും അച്ഛന്റെയും അവരുടെ സമ്മർ ഹൗസ് കാണിക്കുന്നത്. ഈ സമ്മർ ഹൗസ്
ഹൗസിലാണ് നമ്മുടെ കൂട്ടുകാരിയെ ആരോ കൊണ്ടുവന്ന് കെട്ടിവെച്ചിരിക്കുന്നത്. അവള് ബോധം വന്ന് നോക്കുമ്പോൾ ഈ സിക്ക് പയ്യൻ അവിടെ ഇരിപ്പുണ്ടാവും. അവള് മെല്ലെ പയ്യനോട് സംസാരിക്കാൻ ശ്രമിക്കും. ഹലോ, നിന്റെ പേരെന്താ? നീ എന്താ ചെയ്യുന്ന? ചെക്കൻ പറയും, എൻ്റെ പേര് ബെന്റ് എന്നാണ്. ബെന്റ് എന്താണോ? നല്ല പേരാണല്ലോ, ബ്യൂട്ടിഫുൾ നെയിം, സെൻസിബിൾ, നൈസ് യങ് മാൻ. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. എൻ്റെ പേര് മരിയ. ഇത് കേട്ടുടനെ ആ ചെറുക്കൻ ദേഷ്യപ്പെടാൻ തുടങ്ങും. ഇതിന്റെ പേര് മരിയ എന്നല്ല, ഇതിന്റെ പേര് എമ്മ എന്നാണ്. അപ്പോഴാണ് കൂട്ടുകാരിക്ക് മനസ്സിലാവുക, എമ്മയെ തട്ടിക്കൊണ്ടുവരാൻ ശ്രമിച്ചവനാണ് ആളെ മാറ്റി തന്നെ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇവള് പറയും, ബെന്റ്, ഞാൻ എമ്മയല്ല, ഞാൻ മരിയാണ്, നിനക്ക് ആള് മാറിപ്പോയി. ഉടനെ ഈ ചെറുക്കൻ ദേഷ്യപ്പെട്ടിട്ട്, ഇല്ല, ഇത് പറഞ്ഞത് തെറ്റില്ല, വെള്ളക്കോട്ടിട്ട് റിസപ്ഷനിലിരിക്കുന്ന എമ്മ, അതിനെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇത് കേൾക്കുമ്പോൾ പെണ്ണ് വീണ്ടും ചൂടാവും. മണ്ടത്തരം പറയാനോടാ മണ്ട, നീ കുഞ്ഞാണോ? ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഞാൻ എമ്മയല്ല, മരിയയാണ്. ഉടനെ ആ ചെറുക്കൻ കൈയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് വന്ന് പറഞ്ഞത് മണ്ടനല്ല, സൂപ്രണ്ടാണ്, ഡിറ്റക്റ്റീവ് സൂപ്രണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ അകത്തേക്ക് കയറി വരുന്നുണ്ടാവും. ഈ ചെറുക്കൻ മുട്ടയിരുന്നുകൊണ്ട് അയാളെ വണങ്ങുന്നു. മുഖം മൂടിയിട്ടൊരു മനുഷ്യൻ. അതാരാണെന്ന് കാണിക്കുന്നതിന് മുന്നേ അവിടുന്ന് കട്ട് ചെയ്ത് ഹീറോയെ കാണിക്കുന്നു, നമ്മുടെ ജെയ്മിയെ. ജെയ്മി സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണാൻ പോവാണ് സെൻ ഹോസ്പിറ്റലിലേക്ക്. അതങ്ങേര് ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കണ്ട് മോൾക്ക് സന്തോഷമാവും. ഇപ്പോഴെങ്കിലും അച്ഛനൊരു ഡോക്ടറെ കാണാൻ സമ്മതിച്ചല്ലോ. എന്നിട്ട് അവള് ഈ വോർമറുടെ അടിച്ചു മാറ്റിയ ഫയലില്ലേ, അയാളുടെ മുറിന്ന് അടിച്ചു മാറ്റിയ ആ ഫയലിലെ ഫോട്ടോസൊക്കെ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പോലീസുകാരി, സൂപ്രണ്ട് പോലീസ് അങ്ങോട്ട് വരുന്നത്. സൂപ്രണ്ട് പോലീസ് ഹീറോയിനെ മെല്ലെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറയും, നീ പേടിക്കരുത്, പാനിക് ആവരുത്, ജെൻ മരണപ്പെട്ടു, അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. നിന്റെ ജീവനും അപകടത്തിലാണ്. നിന്റെ അച്ഛൻ എവിടെ? ഇതവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വോർമറുടെ ഫോട്ടോസൊക്കെ അടിച്ചു മാറ്റിയിരിക്കുന്ന ഹീറോയിനെ അടിച്ചു മാറ്റിയത് പോലീസ് മനസ്സിലാക്കും. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ സെന്റ് ഹാൻസ് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്ന് നമ്മൾ പറയും. എന്നാ വായോ, നമ്മൾ രണ്ടുപേരും ചെന്ന് അച്ഛനെ കാണാം, അച്ഛനെയും ഈ വിവരം അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ ഹീറോയിൻ ആ വോർമറുടെയും മകന്റെയും ഫോട്ടോ കാണിച്ചിട്ട്, ഒരുപക്ഷെ വോർമറുടെ മകനാണോ ഇപ്പൊ അവരെല്ലാം കൊന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളത് ചെക്ക് ചെയ്തിരുന്നോ? അത് കേട്ട് പോലീസുകാർ പറയും, വോർമറിനുള്ളത് മകനല്ല, മകളാണ്. വോർമറുടെ മോളെ മുടിയെല്ലാം വെട്ടി മോനെ പോലെയാണ് അയാൾ കൊണ്ടു നടന്നിരുന്നത്. ചെറുപ്പത്തിലെ അമ്മ അവരെ വിട്ടുപോയി. പിന്നെ ആ കുഞ്ഞ് ഈ സൈക്കോ തന്തയുടെ കൂടെയാണ് വളർന്നത്. അപ്പനെ പോലീസുകാർ പിടിച്ചപ്പോൾ ഈ കുഞ്ഞൊരു അനാഥാലയത്തിലായിരുന്നു. പിന്നീട് ആരോ അവളെ ദത്തെടുത്തു. ആ വളർത്തച്ഛൻ അവളെ നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു. അവസാനം ആ വളർത്തച്ഛനെയും കൊന്നിട്ട് ആ പെൺകുട്ടി എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോവാണ് ചെയ്തത്. മേ ബി ആ പെൺകുട്ടി ആവാനും സാധ്യതയുണ്ട്. കാരണം അക്കോർഡിംഗ് ടു സ്റ്റാറ്റിക്സ്, സ്ത്രീകളാണ് പുരുഷന്മാരെ കാട്ടിലും പകയും വൈരാഗ്യവും മനസ്സിൽ വെച്ചിട്ട് നടക്കുക. ആണുങ്ങൾ പൊട്ടിത്തെറിക്കും, പക്ഷെ പെണ്ണുങ്ങൾ അത് അകത്ത് വെച്ച് വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ച് റിവെഞ്ച് എടുക്കുകയാണ് ചെയ്യുക. ഹീറോയിൻ ചോദിക്കും, അവളിപ്പോൾ എവിടെയാണെന്ന്. പോലീസുകാർ പറയും, അറിയില്ല, എവിടെയെങ്കിലും കാണും, ചിലപ്പോൾ മറ്റൊരു പേരിലായിരിക്കും, മറ്റൊരു ജോലിയിലായിരിക്കും. അപ്പൊ ഹീറോയിൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെയും കൂട്ടി അച്ഛനെ കാണാൻ പോകുന്നു? സത്യം പറയൂ. അതിന് പോലീസുകാർ ഒന്നും പറയുന്നില്ല. എന്റെ കൂടെ വാ, വരുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ഈ നേരത്ത് നമ്മുടെ ഡാഡി സെന്റ് ഹാൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തി. ഡോക്ടർ അങ്ങേരകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ സമ്മർ ഹൗസിൽ ആ സിക്ക് പയ്യൻ മരിയയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. മരിയ താങ്ക് യു പറഞ്ഞിട്ട്, നിന്നെ കാണാൻ എന്ത് ഭംഗിയാ, എന്റെ അടുത്തേക്ക് വായോ എന്ന് പറഞ്ഞ് പതിയെ വിളിക്കും. നിന്നൊന്ന് തൊട്ട് നോക്കട്ടെ എന്ന് പറയും. ഈ പയ്യനും മെല്ലെ മരിയയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ സൈക്കോ ആണെങ്കിലും ഒരു പെറ്റിനെ പോലെയാണെന്ന് ഇവക്ക് മനസ്സിലായി. വായോ, ഞാൻ പാട്ട് പാടിത്തരാം, എന്റെ മടിയിൽ കിടന്നോന്ന് പറഞ്ഞ് ഇവള് മെല്ലെ അവനെ മടി കിടത്തും. എന്നിട്ട് പാട്ട് പാടി 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 അവന്റെ കഴുത്തിലേക്ക് ഇവളെ കെട്ടിവെച്ച ചെയിനിട്ട് കുരുക്കി ഒരൊറ്റ വലിയ ശ്വാസം മുട്ടി പെടഞ്ഞ് മരിക്കുന്നത് വരെ അവൾ അപ്പിടുത്തം പിടിക്കും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ ജെയ്മിയോട് ഡോക്ടർ പറയും, ഒറ്റയ്ക്കൊരു മോളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലേ, അമ്മയില്ലാതെ കുഞ്ഞിനെ വളർത്തുക. പക്ഷെ കാണുമ്പോൾ നിങ്ങളല്ല മോളെ നോക്കുന്നത്, മോളാണ് നിങ്ങളെ നോക്കുന്നത്. നിങ്ങൾക്ക് സുഖമില്ലാതിരിക്കുന്നു, മോൾ അച്ഛനെ നന്നാക്കാൻ വേണ്ടി പാടുപെടുന്നു. ഇത് കേട്ട് ജെയ്മി പറയും, അതെ, അതെനിക്കും മനസ്സിലാവുന്നുണ്ട്, എനിക്കതിൽ നാണക്കേടാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഈ ഒരു മനോവസ്ഥയിൽ നിന്നും എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഇത് കേട്ട ഡോക്ടർ പറയും, നിങ്ങൾ രണ്ടുപേരും അച്ഛനും മോളും തമ്മിലുള്ള നിശബ്ദതയാണോ? എമ്മ ഒരുപാട് ശബ്ദം ഉണ്ടാകാൻ കാരണം അച്ഛൻ മോളോട് സംസാരിക്കാത്തതുകൊണ്ടാണോ? മോള് കുഞ്ഞായിരിക്കുമ്പോൾ പീറ്ററെ വീട്ടിലേക്ക് കല്ലെടുത്തെറിയാൻ കാരണം? ഇത് കേട്ട് ജെയ്മി, പീറ്ററോ? ഏത് പീറ്റർ? ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ പറയും, പീറ്റർ വോമർ, ആ സൈക്കോ. അയാൾക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഡോക്ടർ ഇങ്ങനെ ജെയ്മിയെ ചോദ്യം ചെയ്യവേ പോലീസുകാരി ഹീറോയിനെയും വിളിച്ചുകൊണ്ട് വരികയാണ് ആശുപത്രിയിലേക്ക്. ഈ സമയത്ത് ഹീറോയിൻ മരിയയെ കോൾ ചെയ്യും. മരിയെ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. അവൾ ഹേ സിറി, എമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ സിറി അറ്റൻഡ് ചെയ്യും. എമ്മ മരിയോട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മരിയ പറയും, നീയും നിന്റെ അച്ഛനും ആപത്തിലാണ്. എന്നെ ഒരുത്തൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നു, നീയാണെന്ന് വിചാരിച്ച്. ആ സിക്ക് പയ്യൻ അവനിപ്പോ മരണപ്പെട്ടോ.
പക്ഷേ ഒരു സൂപ്രണ്ട് വരാൻ പോകുന്നു. ബെന്റ് പറഞ്ഞത് അതൊരു ഡിറ്റക്റ്റീവ് സൂപ്രണ്ടാണെന്നാണ്. അവളൊരു പോലീസുകാരിയാണ് എമ്മ, ആ സൈക്കോ ഒരു പോലീസുകാരിയാണ്. എന്നിട്ട് മരിയ ചോദിക്കും നീ എവിടെയാണെന്ന്. ഹീറോയിൻ പറയും ഞാൻ സൂപ്രണ്ടിന്റെ കൂടെയാണ്, ഡിറ്റക്റ്റീവ് സൂപ്രണ്ടിന്റെ കൂടെ. ഞങ്ങൾ അച്ഛനെ കാണാൻ സെന്റ് ഹാൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇത് കേട്ട് മരിയ ഷോക്കായിട്ട് നീ എങ്ങനെയെങ്കിലും ആ കാറിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടണം. കാറ് നിർത്തിയ ഉടനെ ഇറങ്ങി ഓടും. അവളോടൊന്നും പറയണ്ട. ഹീറോയിനാണെങ്കിൽ പേടിച്ച് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പോലീസുകാരിയോട് എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറയും. പോലീസുകാരി സ്ഥലം എത്തിയല്ലോ, നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാന്ന് പറഞ്ഞ് വീണ്ടും കാർ ഓടിക്കുകയാണ്. ഈ സമയത്ത് ഡോക്ടർ ജെയ്മിയോട് പറയും റിവഞ്ച്, പ്രതികാരം ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ്. നമ്മുടെ വേദനയിൽ നിന്നും രക്ഷപ്പെടാനും മനുഷ്യര് പ്രതികാരത്തെ ഉപയോഗിക്കും. പീറ്റർ തന്റെ മുറിവുകളെല്ലാം മറന്നിരുന്നു. പക്ഷെ അതിൽ എമ്മ കത്തി കൊണ്ട് കുത്തി വീണ്ടും അയാളെ ഓർമ്മിപ്പിച്ചു. ഇപ്പോ അയാളും അയാളുടെ മോളും ഓർക്കുന്നു നിങ്ങളാണ് അവരുടെ ജീവിതം ഇല്ലാതാക്കിയതെന്ന്. ഇവിടെ എല്ലാവരും വിക്ടിംസാണ് ജെയ്മി. പക്ഷെ സുഖമില്ലാത്ത ഒരാളുടെ മുഖത്തേക്ക് തുപ്പുന്നത് നീചമായ പ്രവൃത്തിയല്ലേ? ട്രോമയിൽ നിന്നും ആർക്കും പുറത്തു വരാൻ കഴിഞ്ഞില്ല. തന്റെ അമ്മ ആത്മഹത്യ ചെയ്ത സ്ഥലത്ത് നിന്നും എമ്മ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അതേ സ്ഥലത്ത് വെച്ച് വേണ്ടേ അവൾക്ക് വിടുതൽ നൽകേണ്ടത്? അതേപോലെ നിങ്ങൾക്ക് ഇവിടെ വെച്ചാണ് ഞാൻ വിടുതൽ നൽകുന്നത്. ഈ ഡോക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിലാരാണ് കില്ലർ എന്ന കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ആ മുഖംമൂടി ധരിച്ചു വന്നത് മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ തന്നെയാണ്. പഴയ സൈക്കോ ഡോക്ടറുടെ മകള്, പുതിയ സൈക്കോ ഡോക്ടർ. അവളാണ് ഈ ചെറുക്കനെ വെച്ച് ഓരോരുത്തരെ കൊന്നതും മരിയെ പിടിച്ചോണ്ട് വന്നത്. ആ സമയത്താണ് ജെയ്മി ഡോക്ടറെ കാണാൻ വരുന്നത്. സോ മരിയെ ഇട്ടിട്ട് ഡോക്ടർ ജെയ്മിയുടെ അടുത്തേക്ക് വന്നു. ജെയ്മിയുടെ കോഫിയിൽ മയക്കുമരുന്ന് കലർന്നു കൊടുത്തിട്ട് കൈകളിൽ വിലങ്ങ് വിട്ടു. ഇനി നീ ഫുൾ കോൺഷ്യസ് ആയിരിക്കും, പക്ഷേ നിനക്ക് അനങ്ങാൻ കഴിയില്ല, വായോ എന്റെ അച്ഛനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇവള് ജെയ്മീനെ തള്ളിക്കൊണ്ട് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു, ആ സൈക്കോയുടെ അടുത്തേക്ക്. ഡാഡ്, ഇതാ നിങ്ങളുടെ മാർട്ടിനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ജെയ്മി അകത്താക്കി അവളെ ഡോർ ലോക്ക് ചെയ്ത് ഇറങ്ങിപ്പോക്കും. പഴയ സൈക്കോ പേടിക്കണ്ട, നമ്മൾ പരിചയമുള്ളവരല്ലേ, 20-30 വർഷമായി കാണോ നമ്മൾ കണ്ടിട്ട്. ഞാനിവിടെ തനിച്ചായിരുന്നു, പക്ഷേ എനിക്ക് തനിമ ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയോ? ഇയാളൊരു പെട്ടിയെടുത്ത് കാണിക്കും. ദാ ഇത് നിറച്ചും എന്റെ പെണ്ണുങ്ങളാണ്, അവരുടെ മുടിയാണ്. അയാൾ അറുത്തെടുത്ത മുടികളെല്ലാം പെട്ടിയിലാക്കി വെച്ചിരിക്കുന്നു. ഈ സമയത്ത് പോലീസുകാരി ഹീറോയിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി. കാറ് നിർത്തിയ ഉടനെ ഹീറോയിൻ കാറിൽ നിന്ന് ഇറങ്ങി ഓടി സെക്യൂരിറ്റിയോട് എത്രയും പെട്ടെന്ന് പോലീസുകാരെ വിളിക്കൂ, എനിക്ക് സൈക്കാട്രിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടി വരും, ആശുപത്രിയുടെ അകത്തേക്ക്. എന്നിട്ട് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ നിങ്ങൾ എവിടെയാണ്? ഞാൻ ഈ ആശുപത്രിയിലുണ്ട്. ഞാൻ വിചാരിക്കുന്നു പോലീസുകാരിയാണ് വോർമറുടെ മകളെന്ന്. അപ്പൊ ഡോക്ടർ ചോദിക്കും പോലീസുകാരി എവിടെയാണെന്ന്. ഞാൻ പോലീസുകാരിയെ വെളിയിൽ നിർത്തിയിട്ട് അകത്തേക്ക് ഓടി വന്നതാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ എമ്മയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഹീറോയും പറയും എന്റെ അച്ഛനെയും കാണുന്നില്ല, അച്ഛൻ ഇങ്ങോട്ടാണ് വരാന്ന് പറഞ്ഞ്. അപ്പോഴേക്കും പോലീസുകാരി എത്തിക്കഴിഞ്ഞു. പോലീസുകാരിയെ കണ്ട ഉടനെ ഡോക്ടർ ഹീറോയിനെയും വിളിച്ചോണ്ട് ഓടും. ഈ ഡോക്ടർ എന്തിനാ ഹീറോയിനെയും വിളിച്ചോണ്ട് ഓടണേന്ന് പോലീസുകാരിക്ക് മനസ്സിലാവില്ല. ഡോക്ടർ ഹീറോയിനോട് ഇവിടെ ഒളിച്ചിരുന്നോ, ഞാൻ പോലീസുകാരിയോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, നീ പുറത്തേക്ക് വരണ്ട, അച്ഛൻ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവൾ ഒരു ഭാഗത്തിരുത്തിയിട്ട് ഡോക്ടർ കയ്യിൽ കത്തി മറച്ചു വെച്ച് ഡോക്ടറോട് നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല, ഇതെന്റെ ആശുപത്രിയാണ്. പോലീസുകാരി നിനക്ക് എന്താണ് പറ്റിയത്? നീ എന്താ ഇപ്പൊ വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നു? ഡോക്ടർ പറയും ഞാൻ നിന്റെ ഫ്രണ്ടാണ്, നീ എന്തിനാണ് തോക്കും കൊണ്ട് ആശുപത്രിക്കകത്തേക്ക് കടന്ന്? പോലീസുകാരി നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്കിപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തോക്ക് മാറ്റി വെക്കടീ എന്നും പറഞ്ഞ് ഈ ഡോക്ടർ ഒച്ച വെച്ച ഒരൊറ്റ അറക്കലാണ്. പോലീസുകാരി അറുത്തിട്ടു. ഹീറോയും പേടിച്ച് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ പോലീസുകാരി കിടന്ന് പെടയ്യ. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. ഡോക്ടർ പറയും ഇവളെന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കി, നമ്മൾ രണ്ടുപേരെയും കൊല്ലാൻ നോക്കി, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എനിക്ക് എന്റെ സുഹൃത്തിനെ തന്നെ കൊല്ലേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഡോക്ടർ കരഞ്ഞഭിനയിക്കുക. ഈ സമയത്ത് ഹീറോയിൻ അവളുടെ അച്ഛന്റെ നമ്പറിലേക്ക് വിളിക്കും. ഡോക്ടറുടെ പോക്കറ്റിൽ നിന്നാണ് ആ ഫോൺ റിങ് ചെയ്യുക. എന്റെ അച്ഛന്റെ ഫോൺ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ എന്നും ചോദിച്ചിട്ട് പേടിച്ച് ഇവൾ ഓടാണ്. ഇവക്ക് മനസ്സിലായി ഈ ഡോക്ടർ കുഴപ്പക്കാരിയാണെന്ന്. പക്ഷെ ഓടി രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഡോക്ടർ ഡോറ് ക്ലോസ് ചെയ്തു. എന്നിട്ട് കത്തിയുമായി വരുന്നു. ഇവള് കിട്ടിയ വഴി കൂടെ എല്ലാം ഓടി ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കും. ഈ സമയത്ത് സൈക്കോ തന്ത ജെയ്മിയെ ജീവനോടെ ഇരുത്തി തലമുടി തലയോടൊപ്പം ചെത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഭാഗ്യത്തിന് ഉള്ള ജീവനും കൊണ്ട് ജെയ്മി അയാളുടെ കയ്യിൽ നിന്ന് തെന്നി മാറി. തന്തക്ക് കണ്ണ് കാണാത്തോണ്ട് പുള്ളിക്കാരൻ തപ്പി നടക്കുകയായിരിക്കും. പക്ഷെ ഈ കണ്ണ് കാണാത്തവർക്ക് കേൾവിശക്തി കൂടുതലായിരിക്കും എന്ന് പറയുന്ന പോലെ അയാൾ ജെയ്മിയുടെ അനക്കം മനസ്സിലാക്കി ജെയ്മിയുടെ അടുത്തേക്ക് വന്ന് കഴുത്തറക്കാൻ ശ്രമിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും ഉള്ള ബലം കൊണ്ട് ജെയ്മി ആ കത്തി തടഞ്ഞിട്ട് ഈ സൈക്കോ തന്തയുടെ താടിയിലൂടെ ആ കത്തി കുത്തിക്കയറ്റും. മുതുകിളവനായതുകൊണ്ട് പുള്ളിക്കാരന് അത്ര ബലമില്ല, എളുപ്പത്തിൽ കുത്തി ഇറക്കാൻ കഴിഞ്ഞു. സോ സൈക്കോടെ പണി തീർന്നു. ഈ നേരത്ത് ഹീറോയിൻ ഡോക്ടറെ കയ്യിൽ പെടാതെ ഒരു ഭാഗത്ത് വന്ന് അടച്ച ഡോറി തല്ലി ആൾക്കാരെ സഹായത്തിന് വിളിക്കുകയാണ്. ഈ ശബ്ദം അച്ഛൻ കേൾക്കും. അതേ ശബ്ദം ഈ സൈക്കോ ഡോക്ടറും കേൾക്കുന്നുണ്ട്. സൈക്കോകളെ ചികിത്സിക്കാൻ ഒരു സൈക്കോ ഡോക്ടർ.
അത് നന്നായി. നല്ല ചെരുപ്പും കാലും. ഒളിച്ചിരിക്കുന്ന എമ്മയുടെ വാ പൊത്തി അപ്പൻ പുറകിലേക്ക് വിളിച്ചിട്ട് അവളുമായിട്ട് ഓടുകയാണ്. പക്ഷെ ഇത് സൈക്കോ പെണ്ണ് കണ്ടു കഴിഞ്ഞു. അവളും പുറകെ ജീവനും കൊണ്ട് ഓടി വരുന്നുണ്ട്. ഇവരോടുന്ന വഴിക്ക് ആ മരിച്ചു കിടക്കുന്ന പോലീസുകാരിയുടെ കയ്യിൽ നിന്ന് തോക്കും എടുത്തിട്ടാണ് ഓടി അവസാന വാതിലിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഈ സൈക്കോ പെണ്ണ് ഓടി വരുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക്. അപ്പം പറയും, ഷൂട്ടേ വേറെ വഴിയില്ല, ഷൂട്ട് ചെയ്, വെടിവെക്കൂ. ഇവള് കണ്ണ് പൂട്ടി പടയെന്ന് അതിലെ ഉണ്ട തീരുന്നവരെ പിടിച്ച് ഏതൊക്കെയോ ഉണ്ട കൊണ്ട് ആ സൈക്കോ സുന്ദരി മരണപ്പെട്ടു. അങ്ങനെ എല്ലാം അവസാനിച്ചു. കഥം എല്ലാ തൊല്ലയും തീർന്നു. അധികം വൈകാതെ പോലീസുകാർ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പനും മോളും രക്ഷപ്പെട്ടു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാണ്. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഏതോ ഭംഗിയുള്ള ഒരു കടൽ തീരം. അപ്പനും മോളും അവിടെ ഇരുന്ന് വെയിൽ കായവേ അവരുടെ 3 കൂട്ടുകാരും വരുന്നുണ്ട്. ബോയ്ക്കട്ട് ലേഡിയും പിന്നെ നരുന്തും ബോയ് ഫ്രണ്ടും. നരുന്തം പറയും, ഇന്നലെ ഞാനും മരിയയും കൂടി ആദ്യമായിട്ടൊരു ഡിൻഡിങ് സംഭവിച്ചു. ഫോർ ദ ഫസ്റ്റ് ടൈം. കാണുന്ന പോലെയല്ല, അവള് സൂപ്പറാണെന്ന് പറയും. ഉടനെ മരിയ ദേഷ്യപ്പെട്ട്, എമ്മയുടെ അച്ഛനുള്ളപ്പോഴാണോടാ മണ്ട ഇതൊക്കെ പറയുന്നു. കൂട്ടുകാരനാണെങ്കിൽ കെട്ടിപ്പിടിച്ച്, കൺഗ്രാറ്റ്സ് മച്ചാ, നമുക്കിനി വെള്ളത്തിൽ പോയി കളിക്കാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ സന്തുഷ്ടമായ കുടുംബത്തെ കാണിച്ച് അവിടെ വെച്ച് നൈറ്റ് വാച്ച് ഡീമൺസ് ആർ ഫോർ എവർ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, ഇടുക്കി, വയനാട്. സമയം 6:30. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.